ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളിങ്ങനെ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ പണികളെല്ലാം തീർത്ത് നേരെ ജോലി സ്ഥലത്ത് പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി അവിടുത്തെ വർക്ക് പ്രഷർ ഫുള്ള് നമ്മൾ തലയിലെടുത്ത് വെച്ച് ആ പ്രഷർ ഫുള്ള് നമ്മൾ നേരെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിലെ പിള്ളേരുടെ അടുത്തായിരുന്നാലും ഹസ്ബൻഡ് അടുത്തായിരുന്നാലും നമ്മൾ ഈ ദേഷ്യം എല്ലാം കൂടി ഇവിടെ അങ്ങ് തീർക്കും അല്ലേ? നിങ്ങളെല്ലാവരും അങ്ങനെയല്ലേ? അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ടാണെങ്കിൽ ഫുള്ളും വീട്ടിലെ ജോലിയാണ്. അതെല്ലാം കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ എങ്ങനെ പോയാലും 11, 12 മണി, 11, 10:30, 11 മണിയാവും അല്ലേ? എന്നിട്ടോ വീണ്ടും നമ്മൾ എവിടെ പോകും? ജോലി സ്ഥലത്ത്. ഇത് തന്നെയല്ലേ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ എല്ലാം തലയിൽ കയറി പ്രഷർ പിടിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ വന്നത്. ആരാ? എലക്ഷൻ, പാർലമെൻറ്റ് എലക്ഷൻ വന്നത്. ആ ടൈമിലാണ് ഞങ്ങൾ ഈ ടൂർ പോയത് കേട്ടോ. ഇങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെ പോയ ടൂറൊന്നുമല്ല ഇത്. പെട്ടെന്നൊരു ദിവസം, നിങ്ങൾക്ക് ഈ ട്രെയിൻ പോണത് കാരണം ബുദ്ധിമുട്ടാണ് അതൊക്കെ ആൾക്കാർ പോകുന്നത്, അങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ പോയതൊന്നുമല്ല കേട്ടോ. പെട്ടെന്ന് ഒരു ദിവസം ഈ ഇലക്ഷൻ്റെ തലേ ദിവസം പ്ലാൻ ചെയ്ത് ഞങ്ങൾ അങ്ങനെ പോയതാണ് ഈ ടൂറ്. സത്യം എൻ്റെ ലൈഫിൽ എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു ടൂറാണ് ഈ ടൂറ്. മൺട്രോ തുരുത്ത് ടൂറ് കേട്ടോ. ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത്. ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ട് പോകണമെങ്കിലോ നമുക്ക് ഇപ്പം എനിക്ക് 33 വയസ്സായി. ഞാൻ ആ 33 വയസ്സിൽ അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പോയാലോ നമുക്ക് എത്ര വയസ്സ്? എനിക്കൊരു 16, 18, 20 വയസ്സായിരുന്നു കേട്ടോ ഈ ടൂറ് പോണ ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത്. അതായത് ആ സമയത്ത് എനിക്ക് ഇത്രയും വർഷത്തിന് മുന്നേ പോയെന്നല്ല, നമുക്ക് അന്നേരം പ്രായം കുറയുമല്ലോ നമ്മൾ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പം. നമ്മുടെ ഫാമിലിയായിട്ട് പോകുമ്പോൾ നമ്മളെ 33 വയസ്സുമായിട്ട് അങ്ങനെ അവിടെ അങ്ങ് ഇരിക്കും. പക്ഷേ എൻജോയ് ചെയ്ത് അവിടെ പോയതിന് ശേഷം അവിടുത്തെ നമ്മൾ ചെന്ന് കയറുമ്പോൾ അവിടുത്തെ വെൽക്കം ഡ്രിങ്ക് ആയിരുന്നാലും ലഞ്ചായിരുന്നാലും ഡിന്നറായിരുന്നാലും എല്ലാം ആ റിസോർട്ടിലാണ് അവരാണ് ഇതെല്ലാം ഓഫർ ചെയ്തത് കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ വെള്ളത്തിലുണ്ടല്ലോ ഒരു 2-2.5 മണിക്കൂറോളം നമ്മൾ ഇരുന്നായിരുന്നു. അവരവരെല്ലായിടവും കൊണ്ടുവന്ന് ചുറ്റി കാണിച്ച് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട്. ഞാൻ ആലോചിക്കുമായിരുന്നേ, നമ്മളിങ്ങനെ നമ്മുടെ പിള്ളേർക്കും നമ്മുടെ ഹസ്ബൻഡിനും നമ്മളെ വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടി നമ്മളിങ്ങനെ ജീവിച്ചിട്ട് എന്താ ഉപയോഗം? വല്ല ഉപയോഗമുണ്ടോ? നമുക്ക് വേണ്ടിയും കൂടെ ഒരു ദിവസം ജീവിക്കണം അല്ലേ? അല്ലെങ്കിൽ നമ്മൾ കുറേ കാലം മുന്നോട്ട് പോകുമ്പം നമ്മൾ ആലോചിക്കും നമ്മൾ എന്ത് സമ്പാദിച്ചു എന്നല്ല, നമ്മളെ ജീവിതം എങ്ങനെ ജീവിച്ചു എന്ന് നമ്മൾ നോക്കൂലേ? അന്നേരം നമ്മൾ ഇവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ജീവിക്കും. പക്ഷേ നമ്മൾ ആ സമയത്ത് എത്തുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നോ നമുക്ക് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യം അതിന് വിസമ്മതിച്ചെന്ന് വരും. ആ സമയം നമുക്ക് ഈ ആരോഗ്യമൊന്നും കാണില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ചിലവും നാട്ടിലെ ചിലവും എല്ലാ ചിലവിൻ്റെ കൂടെ തന്നെ 1000 2000 രൂപയൊക്കെ എത്ര ആയിക്കൊണ്ട് കേട്ടോ, ഒരു 2000 രൂപയ്ക്കകത്ത് നിൽക്കാൻ പറ്റുന്ന രീതിക്ക് എല്ലാവരും കൂടെ ആയിട്ട് എൻജോയ് ചെയ്ത് ഒരു ടൂറ് പോകണം കേട്ടോ. അതെല്ലാവരും ഒന്ന് പോയി നോക്കൂ. ഒരു 4 വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പോയി നോക്ക്. അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ബസ്സിലൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പാട്ടൊക്കെ വെച്ചിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഒരു സ്റ്റെപ്പ് പോലും വീട്ടിലെടുക്കാത്ത ഞാൻ അവിടെ കിടന്ന് കാണിച്ച കോലാഹലങ്ങൾ പിള്ളേർക്കും എനിക്കും മാത്രമേ അറിയാവൂ. പക്ഷേ ഇതെല്ലാവർക്കും ഒരു അനുഭവമാണ് കേട്ടോ. അല്ലാതെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചോറ് വെച്ച് കറി വെച്ച് നമ്മുടെ ജോലി സ്ഥലത്ത് പോയി അവിടുത്തെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോകും. അല്ലാതെ വേറെ വലിയ ഉപയോഗങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് കുറേ കാലം ചെല്ലുമ്പം നമുക്ക് ഓർത്ത് വയ്ക്കാൻ കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് വേണ്ടേ? പിന്നെ ഇതൊക്കെയാണ് അവരുടെ ഫുഡ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. പിന്നെ എടുത്തു പറയാനുള്ള നമ്മൾ പോയ വണ്ടി കേട്ടോ, അതിൽ ആ പിള്ളേരാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് ഇതായി. പിന്നെ എന്താ, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ, കൂടെ എൻ്റെയും.